തേക്കടിയിൽ ഇസ്രായേൽ സഞ്ചാരികളെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഇറക്കിവിട്ട് കടയുടമകൾ. കാശ്മീർ സ്വദേശികൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവരെ ഇറക്കിവിട്ടത്. പ്രദേശവാസികൾ ഇടപെട്ടതോടെ ഇവർ ഇസ്രായേലി സഞ്ചാരികളോട് മാപ്പു പറഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു. Why you are saying that? No, I did mistake. I did mistake. I said, he said for the opposite side. What do you think I'm a No. bad person? Do you think I hate you? You did nothing. Do I hate you? No. I came to mine. Sometimes we respect you. We respect you. Good for you. Sometimes it's good for next time. Yes, next time. Next time. I agree with you. Yes. Yes. No, now we say yes. Yes, of course, that is not going to be normal. No. Yes. Yes. I came Yes. ഏതാപ്പാ Yes. ആളുകളില്ല. അത് ടെമ്പററി കൊടുത്തിട്ട് ഇതുവരെ മേടിക്കാൻ പോയില്ല. ഞാൻ ഈ തിരക്കായി. I did a mistake. No. Mistake is or I can have I want that for that. Why you are saying no, I did പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എന്നാണ് ഈ സംഭവം നടന്നത്? ഇത് എന്തായിരുന്നു ഇതിന്റെ വിശദീകരണം കട ഉടമകൾ നൽകുന്നത്? ഇന്നലെയാണ് ഈ ഇത്തരത്തിലൊരു സംഭവം നടന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ വേദനാജനകമായ, പ്രത്യേകിച്ചും ഇടുക്കിയിലെയും കേരളത്തിലെയും ടൂറിസം മേഖലയ്ക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് തേക്കടിയിൽ അരങ്ങേറിയത്. വിദേശ സഞ്ചാരികളെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇസ്രയേലിൽ നിന്നെത്തിയ സഞ്ചാരികളായിരുന്നു ഇവർ തേക്കടിയും കുമ്പളിയും ഒക്കെ സന്ദർശിക്കുന്നതിനിടെ ഇവരുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു. കാശ്മീരി സ്വദേശികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനമാണ്. പ്രത്യേകിച്ചും കരകൗശല വസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ് ഇതുവഴി സഞ്ചാരികളൊക്കെ നടക്കുമ്പോൾ ഇവരെ ആകർഷിച്ച് കടയിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ ക്ഷണിച്ച് തന്നെയാണ് ഇവർ ഈ കടയിലേക്ക് എത്തുന്നത്. കടയിലെത്തി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നോക്കുന്നതിനിടെയാണ് ഇവരോട് കാര്യങ്ങൾ വ്യാപാരികളും ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ഇസ്രായേലിൽ എത്തുന്ന സഞ്ചാരികളാണെന്ന് അറിയിക്കുന്നു. ആ ഒരു സമയത്താണ് ഇവരോട് അപമര്യാദ പെരുമാറുകയും കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വ്യാപാരികൾ ആവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്ന് ഇവർ കടയിൽ നിന്ന് ഇറങ്ങി ഇവരോടൊപ്പം വന്നിരുന്ന ഡ്രൈവറോടും ഒപ്പം നാട്ടുകാരോടും ഒക്കെ വിവരങ്ങൾ പറഞ്ഞതോടെയാണ് നാട്ടുകാരൊക്കെ ഇടപെടുകയും ഒരു മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും മൂന്നാറിലും തേക്കടിയിലും ഒക്കെ വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. നിലവിൽ ഇസ്രായേലിൽ അടക്കം ധാരാളം സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാട്ടുകാരുടെയും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെയൊക്കെ അവസരമായി ഇടപെടൽ മൂലം ഉടൻ തന്നെ ഈ വിഷയത്തിൽ അവർ മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സഞ്ചാരികളോട് ഇവർ മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സഞ്ചാരികൾ പരാതിപ്പെടുകയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വ്യാപാരികൾക്കെതിരെയൊക്കെ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടവർ നിൽക്കുന്നവരൊക്കെ ആവശ്യം ഉന്നയിക്കുന്നത്. പ്രിൻസ്, ഈ വിഷയത്തിൽ അവിടെ ജനപ്രതിനിധികൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങളൊക്കെ ഏത് തരത്തിലുണ്ടായാലും അതൊന്നും പ്രകടമാവാത്ത കേരളം ടൂറിസ്റ്റുകളോട് ഏറ്റവും മാന്യതയായി പെരുമാറുന്ന ഒരു ഇടമാണ്. അവിടെ സംഭവിച്ചത് എന്ത് എന്ന കാര്യത്തിൽ ഇതിൽ നമ്മൾ തദ്ദേശീയരായ മലയാളികളായ കടയുടമകളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം, അവരുടെ ഇടപെടൽ, അതൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായും അത്തരത്തിലുള്ള കാരണങ്ങളുണ്ട്. കാരണം ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളികളും അവരൊക്കെ ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാശ്മീർ സ്വദേശികളാണ് ഈ പ്രശ്നം ഉണ്ടായ കടയിൽ നടത്തുന്നത്. ആ സ്ഥാപനത്തിലേക്ക് ഉടൻ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായി ഉടൻ തന്നെ നാട്ടുകാരും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഡ്രൈവർമാരടക്കമുള്ളവർ ഇവരുമായിട്ട് സംസാരിക്കുകയും
അപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. വലിയ തോതിൽ ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ചും ടൂറിസം വിദേശത്തു നിന്ന് എത്തിയിരിക്കുന്നവർ ഇസ്രയേലി സഞ്ചാരികളൊക്കെ ഇപ്പോൾ ധാരാളമായി കേരളത്തിലേക്ക് എത്തുന്നവർ അവരുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന അവർ രാജ്യത്തേക്ക് എത്തുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്നത് കേരളവും ഇവിടെ നമ്മൾ നൽകുന്ന ആതിഥ്യ മര്യാദകളും ഒക്കെയാണ്. നിരവധി സഞ്ചാരികളാണ് ഇസ്രായേലിൽ നിന്നൊക്കെ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നവരുടെ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഇടപെടൽ വലിയ തോതിലുള്ള നാണക്കേടും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്നും കരുതുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തി ഉടൻ തന്നെ ഈ വ്യാപാരികളുമായി സംസാരിക്കുകയും അവരോട് മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അത്തരത്തിൽ സഞ്ചാരികളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റ് പരാതികൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്കിൽ പോലും ഈ വ്യാപാരികൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നൊരു ആവശ്യമൊക്കെ മറ്റ് വ്യാപാരികളിൽ നിന്നും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഭാഗത്ത് നമുക്ക് ഉയരുന്നുണ്ട്. കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ഒപ്പം ബോധവൽക്കരണം നടത്തുന്നതും ഒക്കെയുള്ള ആവശ്യങ്ങളൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രിൻസ്, ഒരു കാര്യം കൂടി, ഈ ടൂറിസ്റ്റുകൾ എത്ര പേരുണ്ടായിരുന്നു? അവർ എവിടുന്ന് വന്നതാണ്? അവര് ഈ തേക്കടി കുമളി ഭാഗങ്ങളിൽ സ്റ്റേ ചെയ്തിരുന്നവരാണോ? ഇത് സ്ത്രീകളടക്കമുള്ള ടൂറിസ്റ്റ് സംഘമായിരുന്നു. സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പം 2-3 പേരാണ് ഇവരുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇവർ കുമളിയും തേക്കടിയും ഒപ്പം മൂന്നാർ മേഖലകളിലുമൊക്കെ സഞ്ചരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇസ്രായേലിൽ നിന്നുള്ള നിരവധി സഞ്ചാരികൾ ഇടുക്കിയിൽ പ്രത്യേകിച്ച് മൂന്നാറിലും കുമളിയിലുമൊക്കെ എത്തിയിരുന്നു. ഇപ്പൊ എന്തായാലും നിലവിൽ തേക്കടി മേഖലയിലെ ടൂറിസം മേഖലയിൽ നിരവധി സഞ്ചാരികൾ വിദേശത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൽ നടക്കമുള്ള ആളുകൾ എത്തുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വളരെ വേദനാജനകമായ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായത്. മുൻപും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഇത്തരം വ്യാപാരികൾ, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ചിലർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട് എന്നതൊക്കെ അടക്കമുള്ള ആരോപണങ്ങൾക്ക് നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ കടയിലേക്ക് ക്ഷണിച്ചതാണ്. ഇവർ ഈ തേക്കടി മേഖലയിലൂടെയൊക്കെ നടന്ന കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയ്ക്ക് സഞ്ചാരികളെ കടയിലേക്ക് ക്ഷണിച്ചു കയറ്റിയതാണ്. കാരണം അത്തരത്തിലാണ് പലപ്പോഴും ടൂറിസം മേഖലയിൽ വ്യാപാരം നടത്തുന്നവർ കടകളിലേക്ക് ആകർഷിക്കുക, അവരെ വിളിച്ചു കയറ്റി അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു കയറ്റാറുണ്ട്. അത്തരത്തിലാണ് ഇവരും കടയ്ക്കുള്ളിലേക്ക് കയറുകയും സാധനങ്ങൾ നോക്കുന്നതിനിടെ തങ്ങൾ ഇസ്രായേലികളാണെന്നും കേരളത്തിലേക്ക് എതിരാണെന്നും ഒക്കെ അറിയിച്ചത്. ആ ഒരു സമയത്താണ് ഇവരോട് അപമര്യാദയായി പെരുമാറുകയും അവരെ ഈ കടയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസിന്റെ ഇടപെടൽ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? അതിന്റെ ആവശ്യം വേണ്ടി വന്നോ? അതോ പ്രദേശവാസികൾ തന്നെ ഇടപെട്ടാണോ ഈ വിഷയം അനുനയിപ്പിച്ചത്? അതിനൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ഇത്തരം അനുഭവം അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ പ്രിൻസ്? ഇത് മറ്റ് പോലീസിന്റെയോ പൊതുപ്രവർത്തകരുടെയോ ഒന്നും ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ഇടപെടുകയും, അതായത് ടൂറിസം മേഖലയുമായി ജോലി ചെയ്തിരുന്ന ആളുകൾ ഇടപെടുകയായിരുന്നു. അതായത് ഇവർ ഒരു ഡ്രൈവർക്കൊപ്പമാണ് ഇവിടെ എത്തിയത്. അവർ ഈ കടയിൽ നിന്നിറങ്ങി ഈ ഡ്രൈവറോട് തന്നെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം മറ്റു ആളുകളെ കൂട്ടി അപ്പോൾ തന്നെ ഈ വിഷയം വ്യാപാരികളുമായി ഉന്നയിക്കുകയും അവരോട് മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആ പ്രശ്നം അവിടെ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു. സഞ്ചാരികളോട് അവർക്കുണ്ടായ അനുഭവത്തിൽ മാപ്പ് അപേക്ഷിച്ചു. എങ്കിൽ പോലും അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു പരാതിയിലേക്കൊക്കെ പോകാതിരുന്നത്. പരാതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ഇടുക്കിയിലെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾ എത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വ്യാപാരികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ജോലി ചെയ്യുന്ന ആരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായാൽ അത് ടൂറിസം മേഖലയ്ക്ക് വലിയ കളങ്കമാകും. പ്രത്യേകിച്ചും കേരളത്തിലെ ടൂറിസം രംഗത്തിന് വലിയ സാധ്യതകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നടക്കും നിരവധി സഞ്ചാരികൾ എത്തുന്നതാണ്. അവർക്കൊക്കെ വലിയ നല്ലൊരു അനുഭവം കേരളത്തിൽ നിന്ന് പലപ്പോഴും ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നയിക്കുന്നുണ്ട്. അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ് കുമളിയിൽ തേക്കടിയിൽ സംഭവിച്ചത്. കാരണം അവിടെ ഇസ്രായേൽ സ്വദേശികളായ ടൂറിസ്റ്റുകളെ ഒരു കടയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നതാണ് വിഷയം. അവിടെ കശ്മീരി സ്വദേശികൾ നടത്തുന്ന ഒരു കടയിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മാതൃകാപരമായ ഇടപെടൽ ആ പ്രദേശവാസികൾ നാട്ടുകാർ അവിടെ നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിജോ കാപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്, പൊതുപ്രവർത്തകൻ. ശ്രീ ഡിജോ കാപ്പൻ, ഈ സംഭവം ഇതാണ്, ഇന്നലെ നടന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അത് തേക്കടി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ
ഒരു കടയിലെത്തിയ ഇസ്രയേലി സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആ കടയുടെ ഉടമകൾ ഇറക്കി വിട്ടു. ആ കട നടത്തിയിരുന്നത് കശ്മീർ സ്വദേശികൾ ആണ്. പക്ഷേ പ്രദേശവാസികൾ അവിടെ ഇടപെടുന്നു, തുടർന്ന് അതിൽ മാപ്പ് പറയുന്നു കടയുടമ എന്നതാണ് നടന്ന സംഭവം. യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘർഷങ്ങളും സാഹചര്യങ്ങളും എന്തു തന്നെയായാലും ടൂറിസ്റ്റുകളോട് അങ്ങേയറ്റം മാന്യമായി ഇടപെട്ട സ്ഥലമാണ് നമ്മുടേത്. യഥാർത്ഥത്തിൽ ഈ തേക്കടിയിൽ നടന്നത് ദുഃഖകരമായ ഒരു സംഭവമല്ലേ? നമുക്കിനി ഒരിക്കലും ആവർത്തിക്കരുതാത്ത ഒരു സംഭവം കൂടിയല്ലേ? താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ ആദ്യമേ തന്നെ ആ തേക്കടിയില് അതിനകത്ത് ഇടപെട്ട തദ്ദേശവാസികളെ ഞാൻ വണങ്ങുന്നു പോലെ ബഹുമാനിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ഒരാതിഥേയ മര്യാദ അവർ കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രയേലി ജൂതസമൂഹത്തിന് മറ്റ് ലോകരാജ്യങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു അഭയവും പ്രൊട്ടക്ഷനും നമ്മൾ കൊച്ചിക്കാർ കൊടുത്തു എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന് തേക്കടിയിൽ ബിസിനസ് ചെയ്യുന്നവരൊരു കാര്യം ഓർക്കണം. അവരും ഇതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്. നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് തേക്കടി പ്രദേശത്തുള്ള തദ്ദേശവാസികൾ നിങ്ങൾ ഇവിടെ വിട്ടുപോകണം, കാശ്മീരിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടും അവർക്കുണ്ടാകാവുന്ന വേദന എത്രമാത്രം ആയിരിക്കും എന്നവർ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും അത് രമ്യമായി പരിഹരിച്ചു എന്നുള്ള വാർത്ത ഒരു നല്ല ശുഭവാർത്തയാണ്. ഇത് ഇനി കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. മാത്രമല്ല ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നല്ല ഒരു നടപടി തന്നെ സ്വീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പരസ്യമൊക്കെ കൊടുത്തിട്ട് ദൈവത്തിന്റെ നാടാണ് എല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന് ഒരു വശം പരസ്യം കൊടുക്കുകയും ദൈവത്തിന്റെ നാട്ടിലോട്ട് വരുമ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്ന ആ പ്രവണത ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവരെ ഏതു തരത്തിലാണ് അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് എന്നുള്ളത് അവിടുത്തെ ലോക്കൽ ബോഡീസും മറ്റ് ഭരണാധികാരികളും ആലോചിച്ച് ചെയ്യണം. എന്ന് വെച്ചിട്ട് ജമ്മു കാശ്മീരുകാരെ അവിടെ ബിസിനസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അവർക്കും ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കും കൊടുക്കണം. ഡിജോ കാപ്പൻ, രണ്ട് കാര്യം കൂടി. ഒന്ന്, നമ്മൾ ഈ നയതന്ത്ര തലത്തിലുള്ള സംഘർഷവും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവും ഒക്കെ അതൊക്കെ എന്ത് തരത്തിലായാലും ടൂറിസ്റ്റുകളോട് മാന്യമായി പെരുമാറുന്ന ഒരു രീതി ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി ഉണ്ടായി എന്നതാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത് നമ്മുടെ ടൂറിസം രംഗത്താണ്. ഇവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതാണല്ലോ നമ്മുടെ ഒരു തിയറി നമ്മൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഇടങ്ങൾ, അത് തേക്കടി മാത്രമല്ല മറ്റിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാട്ടേണ്ടതുണ്ട്. തേക്കടിയിൽ എന്തായാലും ജനങ്ങൾ മാതൃക കാട്ടി, മറ്റിടങ്ങളിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത കാട്ടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിലില്ലേ? അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ആ നാട്ടുകാർ കാണിച്ച ആ പക്വതയും അവസരത്തിനൊത്തര അവരെ ഉയരുകയും ചെയ്തത് അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനി നാളുകളിൽ ഇങ്ങനെ ഒരു നടപടി നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമുക്കറിയാം കേരളത്തില് ഇപ്പൊ കാർഷിക മേഖലയെല്ലാം വളരെ തകർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയില് ഏലവും കുരുമുളകും ഒക്കെ കൃഷി ചെയ്യുന്നവിടുത്തെ കാലാവസ്ഥ മാറിയതുകൊണ്ട് ഇപ്രാവശ്യം അവിടെയാണ് ഏലക്കായ എല്ലാം പൊഴിഞ്ഞു പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ ഇനി പിടിച്ചു നിൽക്കാവുന്നത് ഈ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയിൽ നിന്നുള്ള ഒരു വരുമാനം കൊണ്ടാണ്. ഇത് ടൂറിസം മേഖലയിലെ വരുമാനം നഷ്ടമാകുക എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ആതിഥ്യ മര്യാദ ഒരിക്കലും ഇങ്ങനെ വിളിച്ച് കയറ്റി അല്ലെങ്കിൽ സ്വാഗതം ചെയ്തിട്ട് ആക്ഷേപിച്ചിറക്കി വിടുന്നത് അല്ല. ഒരുപക്ഷെ ഇസ്രായേലും പാലസ്തീനും ഒക്കെ ആയിട്ടുള്ള യുദ്ധമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ അവർക്കൊരു പ്രകോപനം ഉണ്ടായത്. പക്ഷെ അത് മറ്റൊരു തരത്തിൽ നയതന്ത്ര തലത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ ജമ്മു കാശ്മീരിൽ കച്ചവടത്തിന് വന്നിരിക്കുന്ന കച്ചവടക്കാരല്ല അക്കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുകയും വികാരം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാം. വളരെ നന്ദി പ്രതികരിച്ചു ഡിജോ കാപ്പൻ. പ്രിൻസ്, എന്തായാലും അവിടെ ആ സമയത്തുള്ള ഇടപെടൽ അതാണ് എല്ലാവരും ശ്ലാഘിക്കുന്ന കാര്യം. കാരണം അതിന് പ്രദേശവാസികൾ കൂടി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ അത് വളരെ മോശകരമായ അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യം ഉണ്ടാക്കിയേനെ. എന്തായാലും അത് ഉണ്ടായില്ല. ഈ മടങ്ങിപ്പോയ ടൂറിസ്റ്റുകൾ അവർ പ്രദേശവാസികളുടെ ഇടപെടലിൽ തൃപ്തരായി തന്നെയാണോ മടങ്ങിപ്പോയത്? അതല്ലെങ്കിൽ അവരെന്തെങ്കിലും പരാതി നൽകാനോ അത്തരം എന്തെങ്കിലും നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇത് തീർച്ചയായും നാട്ടുകാരുടെ ഇടപെടൽ, അതായത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ഇടപെടൽ തുടർന്ന് കൃത്യമായാണ് ഇവർ പോയത്. അതുകൊണ്ട് തന്നെ ഒരു പരാതിയിലേക്ക് ഇവർ നീങ്ങിയില്ല. ഇത്തരത്തിലൊരു ഉത്സവം അവിടെ നിന്നുണ്ടായെങ്കിൽ പോലും നാട്ടുകാർ ഇടപെട്ട ആ പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിക്കുകയും മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് അവർ മറ്റൊരു പരാതിയിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ പോകാത്തത്. എന്തായാലും തൃപ്തികരമായി തന്നെയാണ് അവർ
ഈ സംഭവ സ്ഥലത്തു നിന്നും മാറിയത്. എന്നാലും വളരെ വേദനാജനകമായ വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് തേക്കടിയിൽ അരങ്ങേറിയത്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ നിരവധി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ടൂറിസം മേഖലയൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ കൂടുതൽ ആളുകളും സഞ്ചാരികളും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും വിദേശികളൊക്കെ കൂടുതലായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇടപെടൽ ടൂറിസം മേഖലയെ വലിയ തോതിൽ ബാധിക്കുമെന്നും ആശങ്കയൊക്കെ നാട്ടുകാർക്കുമുണ്ട്. എന്തായാലും നാട്ടുകാർ ഒരു കൃത്യമായ ഇടപെടൽ നടത്തി ആ സമയത്ത് തന്നെ അവർ ഇടപെടുകയും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയും മാപ്പപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും അതേ തുടർന്ന് വ്യാപാരികൾ മാപ്പപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും അതോടെ സഞ്ചാരികൾ തൃപ്തിയോടെയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. എങ്കിൽ പോലും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നാളുകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരും ഒക്കെയുള്ള ഒരു മേഖല കൂടിയാണ്. ധാരാളമായ സഞ്ചാരികളൊക്കെ തേക്കടിയിലും മൂന്നാറിലും ഒക്കെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടായാൽ അത് ടൂറിസം മേഖലയ്ക്ക് വലിയ കളങ്കം സൃഷ്ടിക്കുമെന്നും സഞ്ചാരികളുടെ വരവ് അത് പ്രത്യേകിച്ച് വിദേശികളടക്കമുള്ളവരുടെ വരവ് ബാധിക്കുമെന്നും അത് ഒരു വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ തിരിക്കുമെന്നും ഒക്കെ നാട്ടുകാർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തേക്കടിയിൽ ഇസ്രയേൽ സഞ്ചാരികളെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടു. തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ ഇസ്രയേൽ സ്വദേശികളെ കടയുടമകൾ കടകളിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ്. നമുക്ക് ആ ദൃശ്യം ഒരിക്കൽ കൂടി. I did a mistake. No mistake is for I can help. I will not let more than I say sorry. Why you are saying no, why I did wrong thing. I did sorry. I did a mistake. கதவு போட்டானா அவன் தாங்க நம்மள not saying about that. Nothing. I said he said for the opposite side. What do you think I'm a bad person? No. Do you think I hate you? You did nothing. Do I hate you? No. I hate you. Why? Sometimes otherwise we can complete it, no problem. We respect you. It's not good for you. Sometimes it's good for next time. Yes, next time. Why you are next time? I agree with you. Yes. Yes. No, now we said yes. Yes, of course, that is not coming. No. Yes. Nothing to do. Yes, I agree with you. I came here. Yes. ஏதாப்பா Staying with a Muslim family. Yes, I ആളോട് respect everyone. ടെമ്പററി കൊടുത്തിട്ട് ഇതുവരെ മേടിക്കാൻ പോയി. തേക്കടിയിലുണ്ടായ ദുഃഖകരമായ സംഭവമാണ്. അവിടെ ഇസ്രയേൽ സ്വദേശികളെ ഒരു കടയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന വിവാദമാണ്. അത് കശ്മീർ സ്വദേശികൾ നടന്ന കടയാണ്. പക്ഷേ തദ്ദേശവാസികൾ നടത്തിയ സമയോചിതമായ ഉചിതമായ ഇടപെടൽ അതാണ് വിവാദങ്ങൾ കൂടുതൽ തരത്തിൽ പോവാത്തത്, പ്രതിഷേധമുണ്ടാവാത്തത്. അത് ഇസ്രയേൽ സ്വദേശികളുടെ നമ്മുടെ ആതിഥ്യ മര്യാദ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെ